ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഉമ്മച്ചിയുടെ അയൽക്കൂട്ടത്തിൽ ഓണ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇന്ന് സദ്യ കഴിക്കാൻ വേണ്ടി അവർ ഒരു ഹോട്ടലിൽ പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നെങ്കിൽ വാ, സാരമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും സദ്യ കഴിക്കാനല്ലേ എന്നും പറഞ്ഞ് ഞാനും കൂടെ കൂടി. അങ്ങനെ ഞങ്ങളിതേ കടയിലൊക്കെ ചെന്ന് അവിടെ എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ സദ്യയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കസേരയിലൊക്കെ ഇരുന്നു. അപ്പോൾ അതേ സദ്യ വരാൻ തുടങ്ങി. ആദ്യം ഇലയൊക്കെ ഇട്ട് ഉപ്പ്, പിന്നെ ചെറിയ ചെറിയ തൊടുകറികളൊക്കെ നമ്മൾ സാധാരണ ഈ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിക്കാവുന്ന സദ്യ അല്ല. പുഞ്ചേരി ചോറും അങ്ങനെ പിന്നെ വേറെ സൈസ് കറികൾ, ചമ്മന്തി, അങ്ങനെയുള്ള കറികളൊക്കെ ആയിരുന്നു കൂടുതലും ഇതിനകത്ത്. പിന്നെ അവിയൽ, സാമ്പാർ, പരിപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു വലിയ സദ്യയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടിയില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ പായസമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും ഒരാഗ്രഹം നമുക്ക് ഓണത്തിൻ്റെ ഇതും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ പുഞ്ചേരി ചോറായിരുന്നു. ചോറൊക്കെ ഇട്ടു. അങ്ങനെ ഈ പച്ചമുളക് വെച്ചിട്ട് എന്തോ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചോറൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വർത്തമാനമൊക്കെ പറഞ്ഞു ചോറ് കഴിച്ചു. പായസം എല്ലാം കൂട്ടി പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടി ഞാനും അങ്ങ് പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസമൊക്കെ കഴിച്ചിട്ട്. പായസം കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പായസമായിരുന്നു. എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ സദ്യ എല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ ഇലയൊക്കെ മടക്കി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ചെന്നപ്പോൾ ബില്ല് കൊടുത്തു. ബില്ല് പേ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ അതേ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഇന്ന് അവർക്ക് അയൽക്കൂട്ടവും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് അയൽക്കൂട്ടമൊക്കെ കൂടി. അവർ കഴിഞ്ഞ ദിവസം സെലിബ്രേഷനൊക്കെ നടത്തിയതിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മിന്നായിക്കൊണ്ട് അതെല്ലാം കൊടുത്തു. പാത്രമൊക്കെയാണ് അവർ വാങ്ങിച്ചത്. എല്ലാവർക്കും വീട്ടിലേക്ക് ആവശ്യമായ പാത്രമായിട്ടാണ് ഗിഫ്റ്റ് വാങ്ങിച്ചത്. പിന്നെ മിന്ന ഓടി നടന്ന് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.